പലപ്പോഴും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ശബ്ദമുയർത്തുന്നതും. പിന്നീട് കുറച്ചുനാൾ വലിയ ശ്രദ്ധയായിരിക്കും. മാധ്യമ വാർത്തകളിൽ നിന്ന് ആ വിഷയം പതിയെ അപ്രത്യക്ഷമാകുമ്പോൾ വീണ്ടും എല്ലാം പഴയപടിയാകും. അല്പം അശ്രദ്ധ മതി വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും എത്താൻ. അത്തരമൊരു പരാതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപകടങ്ങൾ പതിയിരിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരാണ് വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ. ജീവൻ പണയം വെച്ചാണ് ഇവർ മഴയത്തും കാറ്റത്തും പ്രതികൂല കാലാവസ്ഥയോട് മല്ലടിച്ച് ജോലി ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ഈ ജീവനക്കാരെ അപകടത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാലോ? KECBയുടെ വെള്ളക്കുളങ്ങര 33 kV സബ്സ്റ്റേഷൻ കൊടകര 110 kV സബ്സ്റ്റേഷൻ്റെ കീഴിലാണ് വരുന്നത്. ഈ വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിപ്പോൾ. പുതിയ 11 kV കൺട്രോൾ റൂമിൻ്റെ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായി. ഇവിടെ സ്ഥാപിക്കാനുള്ള 11 kV VCV പാനലുകൾ വാർഷിക പ്ലാൻ വർക്ക് പ്രകാരം, എന്നാൽ പുതിയവയ്ക്ക് പകരം പഴയതും മറ്റ് സബ്സ്റ്റേഷനുകളിൽ നിന്ന് ഉപേക്ഷിച്ചതും ഉപയോഗശൂന്യവുമായ VCV പാനലുകൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. നിലവിൽ വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷൻ്റെ പരിധിയിൽ യാതൊരുവിധ സപ്ലൈ തകരാറോ ഓവർലോഡിൻ്റെ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഇല്ല. എന്നാൽ പഴയ സ്വിച്ച് ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. 2017-ലും 2023-ലും കൊടകര സബ്സ്റ്റേഷനിൽ ഇതുപോലുള്ള പാനലുകൾ മൂലം അപകടം സംഭവിച്ചിരുന്നു. ഈ നഷ്ടവും ജനങ്ങൾക്ക് വലിയ വൈദ്യുതി തടസ്സവും ഉണ്ടാക്കിയിരുന്നു. ഈ അപകടങ്ങൾ KECB കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല, ഈ അപകടം ജനങ്ങൾക്ക് വലിയ വൈദ്യുതി തടസ്സവും ഉണ്ടാക്കിയിരുന്നു. അതേ തെറ്റ് തന്നെ ആവർത്തിക്കാനൊരുങ്ങുന്നു എന്നാണ് ആരോപണം. KECB എല്ലാ മേഖലകളിലും പുനരുദ്ധാരണം നടത്തുമ്പോൾ പഴയതും അപകട സാധ്യതയുള്ളതും മനുഷ്യജീവന് ഭീഷണിയുള്ളതുമായ ലൈനുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും മാറ്റി പുതിയവ സ്ഥാപിക്കാറുണ്ട്. അതിനുള്ള ഫണ്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് KECBയുടെ സേഫ്റ്റി കമ്മീഷണറുടെയും സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരം അപകട സാധ്യത കൂടിയ പ്രവൃത്തികൾ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യിപ്പിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ. മാത്രമല്ല, സബ്സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ അറിവോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ആരായാതെയാണ് നടപ്പാക്കുന്നതെന്നും ആരോപണമുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം അശ്രദ്ധകൾ മൂലം, ഇത്തരം ഒഴിവാക്കാവുന്ന ചെറിയ ചെറിയ അശ്രദ്ധകൾ മൂലം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര നിർമ്മാണത്തിനും നഷ്ടപരിഹാരത്തിനുമായി കോടികളാണ് KECBക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്.